കൃഷ്ണ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും പതിവ് പോലെ തന്നെയല്ലേ? അപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോസ് ഒന്നും ഇടാത്ത, കാരണം എന്നും ഒരുപോലെ തന്നെയല്ലേ, നിങ്ങൾക്കും മടുക്കണ്ട, ചെയ്ത് എനിക്കും മടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാതിരിക്കുന്നത്. അപ്പം ഇന്നും പതിവ് പോലെ കാലത്ത് നേരത്തെ എഴുന്നേറ്റു. പക്ഷെ ഇന്ന് എന്താണ്, രാവിലെ മോനും മോഹനേട്ടനും പോകണ്ട, എനിക്ക് മാത്രമേ പോകണ്ടൂ. അപ്പം മോഹനേട്ടൻ എന്താണെന്ന് വെച്ചാൽ, മോന് എനിക്ക് ജിമ്മിന് പോകേണ്ടതുകൊണ്ടാണ്, അത് നിർത്താൻ പറ്റാത്തതുകൊണ്ടാണ്. മോന് ഉച്ചയ്ക്കാണ് എക്സാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണക്ക് കൂട്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് രാവിലെ ആർക്കും പോകണ്ട, പക്ഷേ എല്ലാ ഭക്ഷണവും രാവിലെ നേരത്തെ ആവും വേണം. എനിക്ക് പോകണമല്ലോ, 9:30 9:45 ആകുമ്പോഴേക്കും എനിക്ക് പോകണം. അപ്പോൾ വിനിക്കുട്ടൻ 2 മണിക്കാണ് കേട്ടോ പരീക്ഷ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നു. ആദ്യം ചുക്കുവെള്ളം അടുപ്പത്തേക്ക് വെച്ചു, ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. തലേന്നേ തിളപ്പിച്ച് വെക്കും, അടുപ്പിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അതൊന്ന് ചൂടാക്കിയെടുക്കും. പിന്നെ നമ്മൾ പതിവ് പരിപാടി, പാത്രങ്ങളൊക്കെ അതത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഏകദേശം ഇന്ന് രാവിലെ എന്തൊക്കെയാണ്, ഉച്ചത്തേക്ക് എന്തൊക്കെയാണെന്നുള്ള തീരുമാനങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊന്നും വലിയ കുഴപ്പമില്ല. ഇന്ന് നമ്മുടെ സ്പിനാച്ച് കൊണ്ടാണ് കറി. അത് തലേന്നേ അരിഞ്ഞ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. ചക്കക്കുരും സ്പിനാച്ചും കൊണ്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ അതൊക്കെ തീരുമാനമായിട്ട് രാവിലെ പുട്ടും പഴവും പപ്പടവും ആണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ വരുമ്പോൾ അത്ര ഒരു ഹറിബറി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് എഴുന്നേറ്റ് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം ഒഴിച്ച് വെച്ച് അതൊക്കെ എന്ത് ചെയ്യണം, എല്ലാ പാത്രങ്ങളും എടുത്ത് വെക്കട്ടെ. ഒക്കെ ഉണങ്ങിയിട്ടുണ്ടാവും, തലേന്ന് രാത്രി ഒക്കെ കഴുകി വെച്ചാലേ. പിന്നെ നമുക്ക് ചോറ് വെക്കാനുള്ളത് കുക്കർ, അതൊക്കെ എടുത്ത് അടുപ്പിൻ്റെ ആ വീതണമെന്ന് ഞങ്ങൾ പറയുക, തിണ്ടിൻ്റെ അവിടേക്ക് സ്ലാബിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കും. ബാക്കി എല്ലാ സാധനങ്ങളും അതത് സ്റ്റാൻഡിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ട്രേ എടുത്തിട്ട് കഴുകണം കേട്ടോ. അതിൽ വെള്ളമായിട്ടുണ്ടാവും. അപ്പോൾ ആ ട്രേ നല്ലോണം കഴുകിയില്ലെങ്കിൽ ഒരു വഴുവഴുപ്പും വൃത്തികേടൊക്കെയോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറയുക, ട്രേ ഒക്കെ ഒന്ന് നല്ലോണം കഴുകി വെക്കും കേട്ടോ. കഴുകി കഴിഞ്ഞിട്ടാണ് പിന്നെ അതിനടിയിലേക്ക് വെക്കുക. പിന്നെയും വെള്ളമാവും, അങ്ങനെയാണല്ലോ അത്. നമ്മൾ തുടച്ച് വെച്ചിട്ട് കാര്യമില്ല, കഴുകുക തന്നെ ചെയ്യും. തുടച്ച് വെച്ചാൽ പിന്നെയും വെള്ളമാവുകയാണല്ലോ ചെയ്യുക. പിന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ തന്നെ പുറത്ത് അവിടെ കൊണ്ടൊക്കെ ഇട്ടോ. കാരണം ഇപ്പോൾ കണ്ടില്ലേ, വെളിച്ചമായിട്ടില്ല, ഞാൻ ലൈറ്റ് ഇടാഞ്ഞിട്ടാണ് കേട്ടോ. സമയം അത്രയേ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ തേങ്ങ, പിന്നെ പനീർ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പനീർ പിന്നെ അതൊക്കെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് ചക്കക്കുരു നന്നാക്കുക കേട്ടോ. ചക്കക്കുരു നന്നാക്കുമ്പോഴേക്കും മോഹനേട്ടൻ എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ മോഹനേട്ടൻ ചക്കക്കുരു നന്നാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നാൽ ഞാൻ വേഗം അരി കഴുകി അടുപ്പത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് അരി കഴുകിയും കൊണ്ട് ഇടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോഹനേട്ടൻ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം അങ്ങനെ സമയം അത്രേ ആവുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അരി കഴുകിയിട്ടാണ്. മോനേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കഥ പറയുന്നുണ്ട്. ഇന്നലത്തെ കളീനെ പറ്റിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഇന്ന് മത്തനുണ്ട്, മോനേട്ടൻ അത് ചക്കക്കുരു നന്നാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടക്ക ഉപ്പേരി, പിന്നെ നമ്മുടെ മത്തനെ കൊണ്ട് ഓലൻ, ഇതൊക്കെയാണ് ഇന്നത്തെ തീരുമാനം. കാരണം കഷ്ണങ്ങൾ പോകണ്ടെന്ന് വിചാരിച്ചിട്ടോ കേട്ടോ. ഒരു കഷ്ണം മത്തം വാങ്ങിയപ്പോൾ അത് 2 ദിവസമായിട്ടുള്ളൂ, എന്നിട്ട് തന്നെ അത് കേട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് മത്തനെ കൊണ്ടൊരു ഓലൻ വെക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ചക്കക്കുരു അരി അടുപ്പത്തേക്ക് കഴുകിയിട്ടു. അത് കഴിഞ്ഞിട്ട് ചക്കക്കുരു എന്ത് ചെയ്തു, ആദ്യം വെച്ചു കേട്ടോ. അതിന് ശേഷം ഇട്ടാൽ മതിയല്ലോ. ഞങ്ങൾ വഷള ചീര എന്നാണ് കേട്ടോ അതിന് പറയുക. വഷള എന്ന് പറയും. സ്പിനാച്ച് എന്ന് പറഞ്ഞത് എല്ലാവർക്കും വഷള എന്ന് പറഞ്ഞാൽ എന്താ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോഴേക്കും അരി തിളച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. അത് അവിടെ കിടന്ന് വേവട്ടെ. അത് കഴിഞ്ഞിട്ട് തേങ്ങ ചിരവാണ് കേട്ടോ. തേങ്ങ കൂട്ടാൻ വേണം, പിന്നെ നമ്മുടെ ഓലൻ ഇത്തിരി വേണം, പിന്നെ പുട്ടിന് വേണം. എല്ലാം കൂടെ ഞാൻ ഒരു മുറി തേങ്ങ കൊണ്ട് ഒപ്പിച്ചു കേട്ടോ. രാവിലെ അത് മതി, എന്തിനീ ഒരുപാട് തേങ്ങ ഇതാക്കുന്നതെന്ന് വെച്ച് പിന്നെ മടിയുണ്ട്. എല്ലാം കൂടെ അങ്ങനെ രാവിലെ തന്നെ തേങ്ങ ചിരവാന്ന് പറഞ്ഞാൽ എനിക്ക് മടിയുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും മോനേട്ടൻ വെണ്ടയ്ക്കയും ഉള്ളിയും പച്ചമുളകും ഒക്കെ കൂടെ അരിഞ്ഞ് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് അടുപ്പത്തേക്ക് വെക്കാൻ പോകണം. അപ്പോൾ ഒത്തിരി കരുവേപ്പില ഉണ്ട് കേട്ടോ. കരുവേപ്പില ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എതള് വേറെ വേറെയാണ്. അപ്പോൾ അതൊക്കെ പെറുക്കി അതൊക്കെ കഴുകി അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ ഒത്തിരി കടുകും പിന്നെ ഉഴുന്നുപരിപ്പും അങ്ങനെയൊക്കെ കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത്. വെണ്ടയ്ക്കയും ഉള്ളിയും പച്ചമുളകൊക്കെ കൂടെ ഇട്ടിട്ട് ഒരു ഉപ്പേരി, അതിലിത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട ഉപ്പേരി ആയല്ലോ. എനിക്ക് മോഹനേട്ടന് നല്ല ഇഷ്ടമാണ്. മോൻ അത്ര ഇഷ്ടമല്ല കേട്ടോ വെണ്ടക്ക ഉപ്പേരി. എന്നാലും ഞാൻ എന്ത് ചെയ്യുന്നറിയാം, കുഴച്ചിട്ട് വായയിൽ കൊടുത്താൽ മതി. അപ്പോൾ അവന് അറിയില്ല, അങ്ങനെ അങ്ങോട്ട് കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ അവനെ ഓരോ കാര്യങ്ങൾ കഴിപ്പിക്കുക. ഈ വേണ്ടാന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു പറയും, അങ്ങനെ കുഴച്ചിട്ട് കൊടുക്കും. അപ്പോൾ അവൻ അറിയാഞ്ഞിട്ടല്ല, അവനൊന്നും പറയില്ല. പിന്നെ ഈ വഷളച്ചീര കൊണ്ടുള്ള കൂട്ടാൻ നല്ല ഇഷ്ടമാണ്. ഇന്നലെയും അതായിരുന്നു വെച്ചത്, ഇന്നും അതാണല്ലോ. അതൊക്കെയാണെങ്കിൽ അവൻ കൂട്ടും. ചീര, വഷളച്ചീര, അങ്ങനത്തെ കൂട്ടാനൊക്കെ അവൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു വെന്തപ്പോൾ നല്ലോണം ഞാൻ എന്ത് ചെയ്യാണ്, കുത്തി ഉടക്കിയാണ് കേട്ടോ. പരിപ്പാണെങ്കിലല്ല, ചക്കക്കുരു കുറച്ച് ഇതായി നിൽക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നല്ലോണം കുത്തി ഉടച്ചു. അതിലേക്ക് ആ ചീര ഇട്ട് കൊടുത്തു കേട്ടോ.
ചീരിട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് എന്താണ് നമ്മൾ മുളക് എന്ന് പറയാം, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. അടച്ചു വെച്ച് ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ എന്തായി, നമ്മുടെ ഉപ്പേരി അവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഉപ്പേരി റെഡി ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ നല്ലോണം ആക്കി അതൊരു പാത്രം മാറ്റി വെച്ചു കേട്ടോ. അപ്പം തന്നെ പാത്രം കഴുകി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതും പാത്രം അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി ആ ചീനച്ചട്ടിയിൽ എനിക്ക് അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യാമല്ലോ. ഈ ഒരു അധികം പാത്രം എടുക്കാണ്ട് എല്ലാം ഒന്നുകൊണ്ട് തന്നെ ഒപ്പിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോഴേക്കും നമ്മളെ അത് വേഗം വേവുമല്ലോ. അപ്പോഴേക്കും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളകല്ല, ജീരകവും പിന്നെ തേങ്ങയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്ത് ചെയ്തു, ആ കൂട്ടാനിലേക്ക് അരച്ച് കലക്കി അതിനെ വറവിട്ടു. അതിന് കുറച്ച് കരുവേപ്പിലയും പിന്നെ കടുകും വെളിച്ചെണ്ണയും മുളകും ഒക്കെ കൂടെ കൂടിയിട്ട് അതിനൊരു വറവും കൂടി. അപ്പോൾ എന്തായി, നമ്മുടെ കൂട്ടാനും അവിടെ റെഡി ആയിട്ടോ. കൂട്ടാൻ റെഡി. അപ്പോൾ കൂട്ടാനുമായി നമ്മുടെ ഉപ്പേരിയായി, ചോറും അവിടെ ആവുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ഓലനായി വെക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യണം, കുക്കർ കഴുകിയിട്ട് അതിൽ തന്നെയാണ് ഓലൻ ഒരു ചെറുതായിട്ട്, ഓലന് പിന്നെ അധികം വേവൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാൻ എന്ത് ചെയ്തു, ചെറുതായിട്ട് എന്ത് ചെയ്യണം, ഒരു വിസിലടുപ്പിച്ചിട്ട് അവിടെ വെച്ചു കേട്ടോ. ഒന്ന് വേഗം വെന്തോട്ട് വെച്ചിട്ട് ഇനിയിപ്പോൾ നേരം വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തന്നെ വെളിച്ചായി തുടങ്ങി. അപ്പോൾ പിന്നെ അതിൽ ഒരു പച്ചമുളകൊക്കെ കീറിയിട്ട് പിന്നെ വെള്ളം വെച്ചിട്ട് ഓലൻ എന്താണ് ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ട് ഓലൻ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അതിനിടയിൽ ഞാൻ പോയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ തേങ്ങാപ്പാൽ അപ്പോഴേക്കും മോനേട്ടനും എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞൊക്കെ തന്നിട്ട് പുറത്ത് പോയി കുറച്ച് നേരം നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, മോനേട്ടനുള്ള ചായ എനിക്ക് ഡയറ്റ് അനുസരിച്ചിട്ട് ഇന്ന് ബ്രൂ കോഫി മധുരം ഇടാതെ അതാണ് കഴിക്കേണ്ടത്. ഓരോ ദിവസം ഓരോന്നാണ് കേട്ടോ. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ്. ഒരു ദിവസം ടെർമറിക് വാട്ടറാണ്, ഒരു ദിവസം എല്ലാം കൂടെ ഒരു ജ്യൂസാണ്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം എനിക്ക് കഴിക്കേണ്ടത് ഈ സാധനമാണ്, നമ്മുടെ ബ്രൂ കോഫി. അപ്പോൾ അത് അവിടെ ആക്കി വെച്ചു. അപ്പോഴേക്ക് ഓലൻ റെഡി ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഓലൻ തേങ്ങാപ്പാലിലേക്ക് ഇട്ട. പിന്നെ ഞാൻ ചൂടാക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഓലൻ ചൂടാക്കൊന്നും ചെയ്യുന്നില്ല. അതിലേക്ക് കുറച്ച് ആ തേങ്ങാപ്പാലിലേക്ക് ആ കഷ്ണങ്ങളൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയാക്കി അതവിടെ വെച്ചു കേട്ടോ. പിന്നെ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആ കാപ്പി കുടിക്കുക. എനിക്കാണെങ്കിൽ മധുരം ഒന്നും ഇടാൻ പാടില്ലല്ലോ, ഒരു കയപ്പും. എന്നാലും ഞാനത് കുടിക്കും, ഡയറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് കുടിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് പനീർ ഉണ്ടാക്കണം, പ്രോട്ടീൻ വേണമല്ലോ എനിക്ക് ഇന്നത്തെ ഡയറ്റിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ഓട്സ് പുട്ടും പനീർ കറിയാണ്. പക്ഷേ ചപ്പാത്തി ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ ചപ്പാത്തി ഉണ്ടല്ലോ, പിന്നെ ഇപ്പോൾ ഒന്ന് ഓട്സ് പുട്ട് ഉണ്ടാക്കണ്ടേ, ഇത് എത്ര തരം ഉണ്ടാക്കാല്ലേ ഓരോ ദിവസം എന്ന് വിചാരിച്ചിട്ട് ഈ പനീർ കറിയും ആ ചപ്പാത്തിയും കൂടിയാണ് കേട്ടോ ഒന്ന് കഴിക്കുന്നത്. അപ്പോഴേക്കും അത് കുടിച്ച് തീരുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് ആ കാപ്പിയൊന്ന് കുടിച്ച് തീരണ്ട. എനിക്കാണെങ്കിൽ കഴിച്ചിട്ട് നിർത്തിയില്ല. പിന്നെ നല്ലോണം തണുത്തിട്ട് ഞാൻ ഈ പച്ചവെള്ളം കുടിക്കുന്ന പോലെ അങ്ങോട്ട് കുടിച്ച് വിട്ടതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ നമുക്ക് കാപ്പി അത്ര ഇഷ്ടമല്ല. കാപ്പിയും ചായയെല്ലാം ഞാൻ കുടിക്കുന്നത് നിർത്തിയതാണ്. പക്ഷേ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ അത് കുടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അരി വെന്തപ്പോൾ ഞാനത് വാർത്ത് വെച്ചു. നമ്മളെ പനീർ അവിടെ കിടന്ന് അങ്ങനെ ആവുന്നുണ്ട്. ഇനി അതിനിടയിൽ പുട്ടിന് കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, പുട്ട് വെക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പുട്ട് കുഴയ്ക്കുന്നൊന്നും ഇപ്പോൾ കാണിക്കേണ്ട ആവശ്യമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുള്ള തക്കാളിയും ഉള്ളിയും ഒക്കെ റെഡി ആവുന്നുണ്ട്. അതിലേക്ക് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പുട്ട് ഞാൻ കുഴച്ച് വെച്ചു, ഞാൻ പറഞ്ഞില്ല പുട്ട് വെക്കുകയാണ് കേട്ടോ. മോനും മാത്രമേ പുട്ട് വേണ്ടൂ, എനിക്ക് വേണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കുള്ള പുട്ടാണ് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ സമയത്തേക്ക് മോഹനേട്ടനും കുളിക്കാൻ പോയി, മോനും കുളിക്കാൻ പോയി. ഞാൻ പിന്നെ തല കുളിക്കുന്നില്ല, കാരണം എനിക്ക് ജിമ്മിൽ പോയി വരുമ്പോഴേക്ക് പിന്നെ തല കുളിച്ച് പോയി വരുമ്പോഴേക്ക് വന്നാൽ ഭയങ്കര തൊണ്ടവേദന വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എൻ്റെ കറി അവിടെ റെഡിയായി, ഞാനത് മാറ്റി വെച്ചു. അപ്പോൾ വിൻകുട്ടൻ കുളിക്കാൻ പോയിട്ടില്ല. അച്ഛൻ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം വിൻകുട്ടനെ കുളിക്കാൻ. അപ്പോൾ മോനേട്ടൻ കുളിക്കാൻ പോയതല്ലേ. അപ്പോൾ വിൻകുട്ടൻ അവിടെ ഇരുന്ന് എന്നോട് വലിയ വർത്തമാനം പറയുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ആയിട്ടോ, എല്ലാം ആയി. അതൊക്കെ മാറ്റി വെച്ച് ഇനി പപ്പടം കാച്ചാണ് കേട്ടോ. പപ്പടം കാച്ചുമ്പോൾ അത് വലുതായിട്ട് വരുന്നുണ്ട് കേട്ടോ പപ്പടം. അപ്പോൾ അത് കാച്ചുമ്പം വിൻകുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ പപ്പടത്തിൻ്റെ വലുപ്പം കണ്ടിട്ട് വിൻകുട്ടൻ ഓടി വന്ന് കണ്ടോ, അതെനിക്ക് തരണം പുട്ടിന് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാനതൊരു ഒരു തുളയൊക്കെ ഇട്ടു കേട്ടോ, പപ്പടത്തിന് വലുതായിട്ട് വരുന്നതുകൊണ്ട്. അപ്പോൾ ആ പപ്പടം എനിക്ക് എന്തായാലും തരണം പുട്ടിന് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഗോഷ്ടി കളിക്കുക. അപ്പോൾ ഗോഷ്ടി കളിക്കുമ്പോൾ ഞാൻ നിൻ്റെ ഗോഷ്ടി കളി കാണിത്തരാമെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഉമ്മ എടുക്കാൻ പോയത്. അപ്പോഴേക്കും അവൻ ഓടിപ്പോയി. അത് കഴിഞ്ഞിട്ട് അതുവരെയുള്ള പാത്രങ്ങൾ കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിൻകുട്ടനോട് കുളിക്കാൻ പറയുന്നുണ്ടെങ്കിലും മോനേട്ടൻ കുളിക്കാൻ പോയി. ഞാൻ മോനേട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു.
അപ്പോഴേക്കും ഇവൻ പേപ്പറും എടുത്തിട്ട് അടുക്കളയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അടുക്കളയിൽ വന്നിരുന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കളീനെ പറ്റിയിട്ടാണ് പേപ്പർ വായിക്കുന്നത്, വേറെ ഒന്നല്ല. അത് വള്ളി പുള്ളി വിടാതെ ആ പേപ്പർ വായിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു പേപ്പർ അങ്ങനെയെങ്കിലും വായിക്കട്ടെ, അത്രയെങ്കിലും വായിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം പിന്നെ അതിനെ പറ്റിയിട്ടുള്ള കഴിഞ്ഞ ദിവസം കളി ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യൻ്റെ കളി. അപ്പം അതിനെ പറ്റിയിട്ട് ഇവൻ ഇങ്ങനെ നിർത്താതെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. സഞ്ജു സാംസണെ പറ്റി പറയുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ കഥകൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പാത്രവും കഴുകുന്നുണ്ട്. കുറേയൊക്കെ മുക്കും, കുറേ മുക്കിയും മൂളിയൊക്കെ കഴിയും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴേക്ക് പാത്രമൊക്കെ ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. ഗ്യാസൊക്കെ സ്റ്റൗവൊക്കെ ഓഫാക്കി, സിലിണ്ടറൊക്കെ ഓഫാക്കും കേട്ടോ. ഞാൻ പോകുമ്പോൾ എനിക്ക് പേടിയായി, ഇവരാരെങ്കിലും തട്ടിപ്പോയി അത് ഓണായാലൊന്നും. വെച്ചാൽ മോൻ വീട്ടിലുള്ള ദിവസമാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ സിലിണ്ടറൊക്കെ, അല്ലെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിലിണ്ടറൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഓഫാക്കി വെക്കും കേട്ടോ. അതാ ആൾ പേപ്പർ വായനയൊക്കെ കഴിഞ്ഞു, അവിടെ നിന്ന് എണീറ്റു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു. എന്നിട്ട് ഇനി പിന്നെ മുന്നിൽ കൊണ്ടുവച്ചു. മോനേട്ടനാണെങ്കിൽ കുളി കഴിഞ്ഞ് വന്നിട്ട് പേപ്പർ ഇതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. ഇവൻ പകുതി പേപ്പർ എടുത്ത് വന്നതല്ലേ. അങ്ങനെ ആ പേപ്പർ മോനേട്ടൻ ഇരിക്കുന്നിടത്ത് കൊണ്ടു കൊടുക്കാൻ പോയി. അവനും കുളിച്ചു വന്നു. ഞാൻ എന്ത് ചെയ്തു, മേലൊക്കെ കഴുകി വന്നു കേട്ടോ. കഴുകി വന്നിട്ട് മോഹനേട്ടനും മോനും ഉള്ള പുട്ടും പഴവും പപ്പടവും എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അതാണ്. അപ്പോൾ ഞാൻ മോനിക്കൂട്ടം പറഞ്ഞു കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കുഴച്ച് തരുമോ. അപ്പോൾ ഞാൻ ഇന്നും അങ്ങനെ പഞ്ചസാരയൊന്നും അവൻ അങ്ങനെ എടുത്ത് കഴിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ പുട്ടിലൊരു ടേസ്റ്റ് അല്ലേ, പുട്ടും പഞ്ചസാരയും പഴവും കൂടെ അത് കുഴച്ച് അവന് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാനും എന്ത് ചെയ്യാണ്, ഞാനും ഭക്ഷണം എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് നമ്മുടെ ചപ്പാത്തി, നമ്മുടെ എന്താ പറയുക, പനീർ കറി, അതൊക്കെയാണ്. ഇപ്പോൾ അരിഭക്ഷണം കഴിക്കാത്ത കുറേ ആയിട്ടോ. ഞാൻ അരിഭക്ഷണം ഒന്നും അങ്ങനെ കഴിക്കലില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒക്കെ അലക്കി മെഷീനിലാണ് കേട്ടോ അലക്കിയത്, കല്ലിൽ അലക്കിയില്ല, മെഷീനിൽ അലക്കി ഇട്ട് പുറപ്പെട്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ പോയി. മോഹനേട്ടൻ എന്നെ കൊണ്ടാക്കി തന്നതാണ് കേട്ടോ. അങ്ങനെ ജിമ്മിലെത്തിയപ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ വേഗം വന്നു. വിൻകുട്ടന് പോകണമല്ലോ, മോനേട്ടനും പോകണം. അപ്പോൾ മോനേട്ടനും ലീവ് എടുത്ത് നിൽക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വന്ന് കുറച്ച് നേരം ഇരുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മോഹനേട്ടനും മോനുമുള്ള ചോറ് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. ആ മോനേട്ടൻ 1:15 മോന് പോകണം, 2 മണിക്കായതുകൊണ്ട്. അത് കഴിഞ്ഞ് അവരൊക്കെ പോയ ശേഷമാണ് ഞാൻ കഴിച്ചത്. എനിക്ക് ചപ്പാത്തിയും എല്ലാ കറികളും ആ പനീറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവസാനം ചപ്പാത്തി ഞാൻ കളഞ്ഞു, എൻ്റെ വയർ ഫുള്ളായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ലൈവിനൊക്കെ ഇരുന്ന ശേഷം പിന്നെ വന്നിട്ട് മോൻ വരുന്നതിന് മുമ്പേ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചു. അതിന് മോൻ വന്ന ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടു, പുഴുക്ക് വെക്കുകയാണ് കേട്ടോ. കപ്പ, പിന്നെ കായ, കൂർക്കിൽ, ചെറുപയർ, ഇതെല്ലാം കൂടെ. എനിക്ക് നേരത്തെ ഫുഡ് കഴിക്കണം. എൻ്റെ ഭക്ഷണം 5:30, 6:30ക്ക് ഉള്ളിൽ നിന്ന് കഴിയണം എന്ന് പറയും. 5:30 ആകുമ്പോഴേക്ക് തന്നെ കഴിയണം. ഒരു 14, 15, 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് പുഴുക്ക് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അതിന് ശേഷം നമ്മുടെ ആറിയിട്ട തുണി ഞാൻ പിന്നെ ഉച്ചയ്ക്ക് വന്ന ശേഷം അതുകൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വിരികളൊക്കെ എടുത്ത് അലക്കിയിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതും ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഉണങ്ങി എടുത്ത് വെച്ചു. അപ്പോഴേക്ക് കപ്പ ഒന്ന് തിളച്ചപ്പോൾ കപ്പയിലെ വെള്ളം ഊറ്റിയിട്ട് ആ പുഴുക്കിൻ്റെ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. പിന്നെ അത് വിസിൽ വന്നാൽ മതിയല്ലോ. അപ്പോൾ അത് വിസിൽ വന്നിട്ട് അതവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, തേങ്ങ ചിരവാണ് കേട്ടോ. രാവിലത്തെ തേങ്ങ ഞാൻ പറഞ്ഞില്ല, അരമുറി കൊണ്ട് ഞാൻ ഒപ്പിച്ചതാണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായി, അപ്പോഴേക്കും നമ്മുടെ തേങ്ങയൊക്കെ ചിരവി അരച്ചൊക്കെ വെച്ചു കേട്ടോ. പച്ചമുളക് ഉള്ളിയൊക്കെ ചതച്ചു. അത് പിന്നെ നമ്മുടെ പുഴുക്കൊക്കെ വെന്ത് വന്നു. അതിലേക്കൊക്കെ നല്ലോണം കുത്തി ഉടച്ച് എല്ലാം റെഡിയാക്കി വെച്ചു. വെളിച്ചെണ്ണയും അങ്ങനെയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാനെടുത്തു കേട്ടോ. സമയം ഏകദേശം 5-5:15. അപ്പം ഞാൻ കഴിക്കാനിരുന്നു. ഇനിയിപ്പോൾ രാത്രി ഭക്ഷണം ഇല്ല, എൻ്റെ ഭക്ഷണം ഇവിടെ ഫിനിഷ് ആവും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനും മോനും കൂടെ അവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ട് ഞാനങ്ങനെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും മോനും കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും മോനും കൂടെ കുറേ നേരം ക്രിക്കറ്റ് കളിച്ചു കേട്ടോ. അവന് ഒരു സന്തോഷമല്ലേ, കുറച്ച് നേരം. പിന്നെ ഞാൻ കഴിച്ച ഭക്ഷണം ഒന്ന് ദഹിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ കളിക്കാൻ പോയി. അതിന് ശേഷം അപ്പമുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് അവിടെ കഴുകി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ എന്താണ്, ഇനി ഒരു ഉപ്പുമാവ് ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും വിളക്കെത്തിക്കുന്നതിന് മുമ്പ് എല്ലാ പണികളും കഴിക്കണം തന്നെ. പിന്നെ ഫ്രീ ആയല്ലോ, മോന് പരീക്ഷയൊക്കെ അല്ലേ, അവനെ പഠിപ്പിക്കുകയും ചെയ്യാമല്ലോ എന്നുള്ള കണക്കിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഉപ്പുമാവ് ഉണ്ടാക്കും. ഉപ്പുമാവ് അങ്ങനെ വിസ്തരിച്ചിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പച്ചമുളകും കുറച്ച് കരുവേപ്പിലയും അങ്ങനെ ഇട്ടിട്ട്, അല്ലാതെ വേറെ ഒന്നും ഇടുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. കാരണം പുഴുക്കുണ്ടല്ലോ, പുഴുക്കുണ്ട്, പപ്പടമുണ്ട്, പഴമുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ചെറിയ തോതിൽ ഒരു ഉപ്പുമാവ് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇവർക്ക് രണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ തോതിൽ ഒരു ഉപ്പുമാവ് അവിടെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും,
കുളിക്കാൻ പോയിട്ടോ. ഈ ഉപ്മാവൊക്കെ ആക്കി വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തു ഒന്നുകൂടെ മേല് കഴുകിയിട്ട്. ദിവസം 2-3 കുളി തന്നെയാണ് കേട്ടോ. ഒന്നാമത് ചൂടല്ലേ, ചൂടാവുന്നേ ഇല്ല. അപ്പോഴേക്കെന്നെ വേർത്ത് പോയിട്ടുണ്ട് മോൻ്റെ കൂടെ കളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേഗം പോയി കുളിച്ച് വന്നപ്പോഴേക്ക് നമ്മുടെ വിൻകുട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, വിളക്ക് കത്തിച്ചു. അവൻ്റെ കുളി കഴിഞ്ഞിട്ട് അവൻ വിളക്ക് കത്തിച്ച് അവിടെ നിന്ന് നാമം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഈ ഫോട്ടോ എടുക്കുന്നതെന്നാണ് അവൻ ചോദിക്കുന്നത് എന്നോട്. അവന് ഇഷ്ടമല്ല ഫോട്ടോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനും മോനും കൂടെ എന്താണ് കൊണ്ടച്ച തുണിയൊക്കെ മടക്കി വെക്കുക. അവൻ തുണിയൊക്കെ മടക്കി വെക്കുക, അല്ലെങ്കിലും അവൻ തന്നെ ഒറ്റയ്ക്ക് മടക്കുക. പിന്നെ വിരിയൊക്കെ ഉണ്ടാവേണ്ട. അവൻ പറഞ്ഞു, അമ്മ എനിക്ക് ഒറ്റയ്ക്ക് വിരി മടക്കാൻ പറ്റില്ല എന്ന്. പിന്നെ ഡാൻസും കളിയും പാട്ടൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ തുണി മടക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെയേ ഉള്ളൂ. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ ദിവസം പോലെ ഇന്നത്തെ ദിവസവും അങ്ങനെ കഴിയുകയാണ്. പിന്നെ ഇനി മോഹനേട്ടൻ വന്നിട്ടില്ല. മോഹനേട്ടൻ വന്നിട്ട് ഉപ്മാവ് കൊടുക്കണം, പുഴുക്ക് കൊടുക്കണം മോനും മോഹനേട്ടനും. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.